വാസുദേവായ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. സുഹൃത്തുക്കളായ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഇവിടെ ഈ ഒരു നല്ല ദിവസം, രാമായണ മാസത്തിൻ്റെ 2-ാം ദിവസമായ ഇന്ന് ഇവിടെ നമ്മൾ ആരംഭിക്കുമ്പോൾ, ഇന്ന് ഞായറാഴ്ച ദിവസമാണ്, സൂര്യൻ്റെ ദിവസമാണ്. അത് സൺഡേ എന്ന് പറയുന്നു, അല്ലെങ്കിൽ രവിവാരം എന്ന് പറയുന്നു. തൃക്കേട്ട നക്ഷത്രവും ത്രയോദശി തിഥിയും കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു വിശേഷമായ ദിവസമാണ് ഇന്ന് ഈ കർക്കിടക മാസത്തിലെ 2-ാമത്തെ ദിവസമായ ഇന്നിവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ശ്രീരാമൻ്റെ അവതാരമാണ്. ശ്രീരാമചന്ദ്രൻ്റെ അവതാരമാണ് ഇനിയിപ്പോൾ ഇവിടെ ആരംഭിക്കുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, കിട്ടിയ പായസം 3 പേരും കൂടി പകുത്ത് കഴിച്ചതിന് ശേഷം 4 പുത്രന്മാരുണ്ടാകുമെന്ന് പറയുന്ന ഒരു വരവും കൂടി നിന്ന ദശരഥൻ എന്ന വാക്കിന് പോലും വലിയ വിശേഷതയുണ്ട്. ദശരഥൻ എന്ന് പറയുന്നത് 10 ദിക്കിലേക്കും ഒരുപോലെ തേരോടിച്ച് യുദ്ധം ചെയ്യുവാൻ കഴിവുള്ള ആളാണ് ദശരഥൻ. 10 ദിക്കുകൾ ചിന്തിക്കുമ്പം നമുക്കറിയാം, 4 ദിക്കുകളും 4 കോണുകളും, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്കെന്ന് പറയുന്ന 4 ദിക്കുകൾ, അഗ്നികോണ്, നിരുതികോണ്, വായുകോണ്, ഈശകോണെന്ന് പറയുന്ന 4 കോണുകൾ, മുകളിലേക്കും താഴേക്കും തുടങ്ങിയ 2 സ്ഥലവും കൂടി ചേർത്ത് വരുമ്പോൾ ഏകദേശം 10 സ്ഥലങ്ങളായി. അങ്ങനെ 10 സ്ഥലങ്ങളിലേക്കും ഒരുപോലെ തേരോടിച്ച് യുദ്ധം ചെയ്യുവാൻ കഴിവുള്ള ആളാണ് ദശരഥൻ. അദ്ദേഹത്തിന് പോലും ഒരു കുഞ്ഞുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് എത്ര കഴിവുള്ളവനായിട്ട് കൂടി, എത്ര യോഗ്യത ഉള്ളവനായിട്ട് കൂടി ഒരു കുഞ്ഞുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഭഗവാന്റെ മുമ്പിൽ ചെന്ന് തൊഴുകൈകളോടുകൂടി പ്രാർത്ഥിക്കേണ്ടി വന്നിരുന്നു. അപ്പം അങ്ങനെ ഭാര്യമാരിൽ നിന്നും, പായസം കഴിച്ച ഭാര്യമാർ, അവരുടെ ഉള്ളിൽ നിന്നും ഉത്തമന്മാരായിരിക്കുന്ന സന്താനങ്ങളുണ്ടായി. അതിൽ ആദ്യത്തെ കുട്ടിയുണ്ടായത് ശ്രീരാമചന്ദ്രനാണ്. അദ്ദേഹം കൗസല്യ എന്ന് പറയുന്ന ധർമ്മപത്നിയിൽ നിന്നുമാണ് ശ്രീരാമചന്ദ്രൻ്റെ ജനനം. അത് വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് രാമായണത്തിൽ പറയുന്നത്. നക്ഷത്രം പുനർവസവും നവമിയല്ലോ തിഥി, നക്ഷത്രാധിപന്മാരോട് കൂടവേ ബൃഹസ്പതി, കർക്കടകത്തിൽ അത്യുച്ചസ്ഥിതനായിട്ടല്ലോ അർക്കനും അത്യുച്ചസ്ഥിതനും ഉദയം കർക്കടകം, അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും എന്ന് പറഞ്ഞ് ഭഗവാന്റെ ഗ്രഹസ്ഥിതി സഹിതമാണ് പറയുന്നത്. പണ്ട് കാലത്ത് നമ്മൾ ഇപ്പോഴും ഉള്ള ഒരു സംശയമാണ്, കർക്കിടകം എന്ന് പറയുന്നത് ശ്രീരാമൻ്റെ ജന്മമാസമാണെന്നൊരു ഒരു സങ്കല്പമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെയധികം പ്രാധാന്യത്തോടു കൂടി നമുക്ക് ചിന്തിക്കേണ്ടത്, അതായത് പുണർദം നക്ഷത്രവും നവമി തിഥിയും കൂടി പ്രാധാന്യത്തോടു കൂടി വരുന്ന ഒരു ദിവസമാണ് ഭഗവാന്റെ ശ്രീരാമ അവതാരം എന്ന ഭാഗം. അപ്പോൾ ശ്രീരാമൻ്റെ അവതാരത്തോടു കൂടി വളരെയധികം പ്രാധാന്യത്തോടു കൂടി ആർക്കൊക്കെ ഓരോ ഗ്രഹങ്ങൾ എവിടെയൊക്കെ നിൽക്കുന്നു എന്ന് വളരെ പ്രാധാന്യത്തോടു കൂടി രാമായണത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പുണർദം നക്ഷത്രത്തിൽ ശ്രീരാമചന്ദ്രനും കൈകേയി പൂയം നക്ഷത്രത്തിൽ ഒരു പുത്രനെയും കൂടി പ്രസവിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പം ഭരതൻ്റെ നാള് പൂയമാണ് എന്ന് ഇതിനകത്തിൽ രാമായണത്തിൽ പറയുന്നുണ്ട്. അപ്പം ലോക ജനതയ്ക്ക് വേണ്ടിയിട്ട് ഗുണത്തെ നൽകുന്നതായ ശ്രീരാമചന്ദ്രൻ പുണർദവും നവമി തിഥിയും കൂടിയുള്ള ദിവസത്തിൽ അവതരിച്ചു കഴിഞ്ഞിട്ട് ഭരതൻ ജനിച്ചിരിക്കുന്നു പൂയം നാളിൽ. അത് കഴിഞ്ഞ് അടുത്ത ദിവസം സുമിത്ര 2 കുട്ടികൾക്ക് ജന്മം നൽകി എന്ന് പറയുന്നു. അപ്പോൾ അവരെ ചിന്തിച്ചാൽ നമുക്കറിയാം, ശ്രീരാമൻ എന്ന് പറയുന്നത് ഉത്തമ ധർമ്മപത്നിയായിരിക്കുന്ന കൗസല്യയുടെ മകനായിട്ടാണ് ശ്രീരാമചന്ദ്രൻ, ധർമ്മത്തിൻ്റെ പ്രതീകമായിരിക്കുന്ന ശ്രീരാമചന്ദ്രൻ വന്നത്. അതോടൊപ്പം തന്നെ
രണ്ടാമത്തെ കാമപത്നിയായിരിക്കുന്ന കൈകേയിയിൽ നിന്നാണ് രാജ്യമെന്ന് പറയുന്ന കാമത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് രാജ്യമെന്ന് പറയുന്ന ഒരു പ്രശ്നത്തിന് പ്രാധാന്യത്തോടു കൂടിയുള്ള ഭരതൻ വരുന്നത്. ദാസിയായിരിക്കുന്ന സുമിത്രയ്ക്കുണ്ടായ 2 പുത്രന്മാരും മറ്റ് 2 പുത്രന്മാരുടെയും മക്കളായി മാറി. അപ്പോൾ അങ്ങനെ ഉള്ള പ്രാധാന്യമുള്ള ഒരു പ്രത്യേകതകളും കൂടി ഉണ്ട്. ഇവിടെ നമ്മൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം, രാമായണം നമ്മളോട് ഇതൊരു കഥയായിട്ടാണ് പറഞ്ഞിരുന്നത് എങ്കിൽ കൂടിയും നമ്മൾ ചിന്തിക്കപ്പെടേണ്ടത് ഏറ്റവും നല്ല രീതിയിലുള്ള ഉത്തമമായിരിക്കുന്ന വിവാഹങ്ങൾ, ആ ധർമ്മപത്നി എന്ന് പറയുന്നത് ധർമ്മത്തിന് വേണ്ടിയിട്ട് ധർമ്മത്തിൻ്റെ ധർമ്മപത്നിയായിട്ട് തന്നെ, അതായത് ധർമ്മപത്നി എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രത്യേകത സഹധർമ്മം ചരത, സഹധർമ്മിണി എന്ന് പറയുന്നത് ധർമ്മത്തെ ഒരുപോലെ കൂടെ നിന്ന് ചെയ്യുന്ന ആളായിരിക്കണം. പിന്നെ അല്ലാതെ ഓരോരോ കാര്യങ്ങൾക്ക് 1, 2, 3, 4 വിവാഹമൊക്കെ കഴിക്കുന്നതിനെ പഴയ കാലത്ത് മുതലേ അതിന് ഇതിൻ്റേതായ പ്രശ്നങ്ങൾ ഇപ്പുറത്തുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തന്നതും രാമായണത്തിലൂടെയാണ്. അപ്പോൾ അങ്ങനെ 4 പുത്രന്മാരും കൂടി ചേർന്ന് ആ രാജ്യത്തിലെ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടു കൂടി വളരെ പ്രാധാന്യത്തോടു കൂടി ജീവിക്കുന്ന സമയത്താണ് അവരുടെ നാമകരണം എന്ന് പറയുന്ന ഭാഗം നടക്കുന്നത്. നാമകരണം എന്ന് പറയുന്ന ഭാഗത്തിൽ അവിടെ വസിഷ്ഠനാണ് ഇവരുടെ ദേവഗുരു, അയോധ്യയുടെ ഗുരു. അപ്പോൾ വസിഷ്ഠനെ കൊണ്ടാണ് അവിടെ ഇവരുടെ നാമകരണം ചെയ്യിക്കുന്നത്. ശ്യാമള നിറം പൂണ്ട കോമളകുമാരന് രാമൻ എന്നൊരു തിരുനാമവും ഇട്ടാനല്ലോ ഭരണ നിപുണനാം കൈകേകി തനേനു ഭരതൻ എന്ന് നാമമരുൾ ചെയ്തു മുനി. ലക്ഷണാന്വിതനായിരിക്കുന്ന സുമിത്ര തനയനു ലക്ഷ്മണൻ എന്നു തന്നെ നാമവും അരുൾ ചെയ്തു. വൃന്ദത്തെ ഹനിച്ചിടുക നിമിത്തമായി ശത്രുഘ്നൻ എന്ന് സുമിത്രാത്മജൻ അപരജനും. അപ്പോൾ അങ്ങനെ 4 പേർക്കും കൂടി വസിഷ്ഠനെ കൊണ്ടിട്ട് 4 പേരുകൾ നൽകി. അപ്പോൾ നമ്മൾ ഒരു കുഞ്ഞ് ജനിച്ച് കഴിയുമ്പോഴും ആദ്യം ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് 28 കെട്ടാണ്. നമ്മളിപ്പം അറിയാവുന്ന കാര്യമാണ്, എല്ലാ സ്ഥലങ്ങളിലും അത് ആചരിക്കുന്നുണ്ട്. അതിപ്പോൾ പറഞ്ഞ പെൺകുട്ടിക്ക് 27 ആൺകുട്ടിക്ക് 29 എന്നൊക്കെ പറഞ്ഞ് പല തെറ്റായ സങ്കല്പങ്ങൾ പോലും ഇന്ന് നമ്മുടെ ഇടയിൽ അത് നടക്കുന്നുണ്ട്. അത് തെറ്റാണ്. കാരണം നമ്മുടെ സങ്കല്പങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകതകളുണ്ട്. കാരണം ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുന്ന ഒരു അശ്വതി നാളിൽ ജനിക്കുന്ന ഒരു കുഞ്ഞ്, ആ കുഞ്ഞ് ജനിച്ച് അത് 27 നാൾ വരുമ്പോൾ രേവതി വരെ വരുന്ന 27 സമയങ്ങളിൽ ആ ചന്ദ്രൻ്റെ ഒരാവർത്തി ഒരു സഞ്ചാരമുണ്ടാകും. അത് പൂർണ്ണതയിലേക്ക് എത്തുന്നത് ആ നാൾ തിരികെ വരുമ്പോഴാണ്, അശ്വതി നാൾ തന്നെ വരുമ്പോഴാണ്. ഒരു വൃത്തം പൂർണ്ണതയാകുന്നത് വരച്ചെടുത്ത് തന്നെ തിരിച്ചെത്തുമ്പോഴാണ്. അപ്പോൾ ആ അശ്വതി നാൾ മുതൽ എണ്ണി രേവതി വരെ വരുമ്പോൾ അത് പൂർണ്ണതയാകുന്നില്ല, അശ്വതി തന്നെ വരുമ്പോഴാണ് അത് പൂർണ്ണതയാകുന്നത്. ആ 28 കെട്ടെന്ന് പറയുന്നത് ആ നാൾ തന്നെ വരുന്ന ദിവസം തന്നെയാണ്. അതിന് യാതൊരു മാറ്റവുമില്ല. അതിൻ്റെ ഇരട്ടി വേണം അമ്മയ്ക്ക്. അതുകൊണ്ടാണ് അമ്മയ്ക്ക് 56 ദിവസം, അതായത് ചന്ദ്രൻ്റെ ബീജശക്തി കുഞ്ഞിന് ലഭിക്കുന്നത് 28 ദിവസങ്ങൾ കൊണ്ട്. 28 നാളിൽ കൂടി 27 നാളുകൾ കഴിഞ്ഞ് 28ാമത്തെ നാളിലേക്ക് ചന്ദ്രൻ എത്തുമ്പോഴാണ്, ഒരാവർത്തി ഒരു ചന്ദ്രമാസം പൂർത്തിയാകുമ്പോഴാണ്. അത് കഴിഞ്ഞിട്ടാണ് നാമകരണം. അപ്പോഴാണ് കുഞ്ഞൊരു പൂർണ്ണതയിലേക്ക് എത്തുന്നത്. അതിൻ്റെ ഇരട്ടിയാണ് അമ്മയ്ക്ക് 56 എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ നാളുകൾ, ഒരു ദിവസം തന്നെ നാളുകൾ ഏറ്റക്കുറച്ചിലുകൾ കൊണ്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി വരുമ്പോഴാണ് ചിലപ്പോൾ 27, 29 ഒക്കെ ആയി മാറുന്നത് 28 എന്നുള്ളത്. അത് 28ാമത്തെ ദിവസം എന്നുള്ളതല്ല അതിൻ്റെ സങ്കല്പം. അത് ഉത്തമന്മാരായിരിക്കുന്ന ജ്യോതിഷന്മാരോട് നിങ്ങൾ ചോദിച്ചാൽ അവർ കൂടുതൽ കുറച്ചുകൂടെ കാര്യമായിട്ട് വിശദമായിട്ട് നിങ്ങൾക്ക് അത് പറഞ്ഞു തരും. അപ്പോൾ അതിനുശേഷമാണ് നാമകരണം. നാമകരണത്തിൽ ഇന്നത്തെ കാലത്ത് അച്ഛൻ്റെ പേരിൽ നിന്നും ഒരക്ഷരം എടുക്കുന്നു, അമ്മയുടെ പേരിൽ നിന്നും ഒരക്ഷരം എടുക്കുന്നു, നാട്ടിൽ നിന്നും ഒരക്ഷരം എടുക്കുന്നു. അങ്ങനെയല്ല. നാമം എന്ന് പറയുന്ന ഒരൊറ്റ ആ കുഞ്ഞിന് കൊടുക്കുന്ന ഒരു നാമത്തിൻ്റെ ചൈതന്യം അവനിൽ ജീവിതകാലം മുഴുവൻ ഉണ്ടാകണമെങ്കിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു നല്ല പേര് അവന് കൊടുക്കാൻ സാധിക്കണം. അതുകൊണ്ടാണ് പഴയ കാലത്ത് അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെയൊക്കെ പേര് തന്നെ കൊടുക്കുന്നത് ദൈവീകമായിരിക്കുന്ന ഒരു പേരായിരുന്നു. കുഞ്ഞിന് കൊടുക്കുന്ന നീ കണ്ണനാണ്, നീ ഉണ്ണിയാണ്, ഉണ്ണികൃഷ്ണനാണ്, അല്ലെങ്കിൽ കണ്ണനാണ് എന്ന് പറഞ്ഞ് അവനൊരു പേര് കൊടുക്കുമ്പോൾ
ആ പേരിലൂടെ അവനോട് പറയുകയാണ്, നീ ഈ പറയുന്ന ഒരു ഭഗവാന്റെ പേരുള്ള ആളാണ്, നിന്റെ ഉള്ളിൽ മറ്റൊരു തെറ്റായ ചിന്തകളും ഉണ്ടാകരുത് എന്ന് പറഞ്ഞ് അവനെ ബോധ്യപ്പെടുത്തി അവനിൽ ഒരു ദൈവികത്വം ഉണ്ടാക്കിയെടുത്ത് നല്ല സ്വഭാവ ഗുണം ഉണ്ടാക്കുന്നതിന് പോലും ഒരു പേരിന് പ്രാധാന്യമുണ്ട്. ഭാഗവതത്തിൽ അജാമളമോക്ഷം എന്ന് പറയുന്ന ഭാഗം നമ്മൾ അറിയാവുന്നതാണ്. ഒരൊറ്റ പേര് കൊണ്ടാണ് നാരായണൻ എന്ന് പറയുന്ന ചെറുമകനെ വിളിച്ചപ്പോഴാണ് അജാമളന് പോലും മോക്ഷം ലഭിച്ചത് എന്ന് നമ്മൾ അറിയേണ്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രാധാന്യമുള്ള സങ്കല്പങ്ങൾ നാമകരണത്തിനുണ്ട്. അത് കഴിഞ്ഞിട്ട് നാമകരണത്തിന് ശേഷം അവർ ബാലലീലകളാണ് രാമായണത്തിൽ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. ആ ബാലലീലകൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം, കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കൗമാരകാലം എന്ന് പറയുന്നത്, ബാല്യകാലവും കൗമാരകാലവും എന്ന് പറയുന്നത് ബ്രഹ്മചാരികളായി മാറണമെന്നാണ് പറയുന്നത്. ബ്രഹ്മചാരികൾ എന്ന് പറയുന്നത് കല്യാണം കഴിക്കാത്ത അവസ്ഥയല്ല, മറിച്ച് ബ്രഹ്മത്തെ ചരിക്കപ്പെടുന്ന അവസ്ഥയാണ്. ബ്രഹ്മത്തെ ചരിക്കുക എന്ന് പറയുന്നത് അറിവിനെ സ്വീകരിക്കപ്പെടുന്ന അവസ്ഥയാണ്. ആ സമയത്താണ് ജീവിതമാകുന്ന യാത്രയെ എങ്ങനെയൊക്കെ തരണം ചെയ്യുവാൻ വേണ്ടുന്ന അറിവുകളാണ് വിദ്യാഭ്യാസ കാലത്ത് അവരെടുക്കുന്നത്. ആ വിദ്യ എന്ന് പറയുന്നത് അത് സ്വയം അഭ്യസിച്ചാണ് ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്നിട്ടായിരുന്നു അവർ പഴയ കാലത്ത് വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് ബ്രഹ്മചാരികൾ പൂർണ്ണ അവസ്ഥയിലേക്കായിട്ട് മാറുന്നത് പിന്നീടായിരുന്നു. അപ്പം അങ്ങനെ ബാല്യകാലത്തും കൗമാരകാലങ്ങളിലുമായിട്ട് ശ്രീരാമനും ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നനും എല്ലാം കൂടി വേദങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും ശിക്ഷാകൽപ്പം, നിരുക്തം, വ്യാകരണം, ഛന്ദസ്, ജ്യോതിഷം തുടങ്ങിയവയെല്ലാം വളരെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അവർ വളരെ സന്തോഷത്തോടു കൂടി, കാരണം വിദ്യാഭ്യാസ കാലത്ത് ഏറ്റവും നല്ല സ്വഭാവമുള്ള കുട്ടികളെ ലോകത്തിലെ ജനങ്ങൾ എല്ലാവരും അറിയും. ഒരു നാട്ടിൽ തന്നെ നല്ല സ്വഭാവമുള്ള കുഞ്ഞുങ്ങളാണെങ്കിലും മറ്റുള്ളവർ പറയും അവർ നല്ല പയ്യനാണ് എന്ന് പറയുന്നത് പോലെ ഇവരുടെ പ്രത്യേകതകളും ആ ലോകം മുഴുവൻ അറിഞ്ഞു തുടങ്ങി. ശ്രീരാമൻ ഏറ്റവും നല്ല ആളാണ്, ഭരതൻ ഏറ്റവും നല്ല ആളാണ്, ശത്രുഘ്നനും ലക്ഷ്മണനും എല്ലാം നല്ല ആൾക്കാരാണ് അറിഞ്ഞിട്ട് ഒരാൾ ഇവരെ കാണാനായിട്ട് എത്തുന്നത് ആ രാജ്യത്ത് ഒരുപാട് ചർച്ചകൾക്ക്, ഒരുപാട് വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയാണ്. ഒരുപക്ഷെ രാമായണത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റുന്ന ഒരു വലിയ മാറ്റം നാളെ 3-ാം ദിവസമായ ഇവിടെ പറയാം. നമുക്ക് നാളെ 3-ാം ദിവസമായ നാളെ തിങ്കളാഴ്ച ദിവസം നമുക്ക് നാളെ കാണുന്നതിന് മുമ്പ് ഈ ഒരു ഞായറാഴ്ച ദിവസം നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഉത്തമമായിരിക്കുന്ന വിവാഹങ്ങൾ, ഉത്തമമായിരിക്കുന്ന നാമകരണങ്ങൾ, ഉത്തമമായിരിക്കുന്ന വിദ്യാഭ്യാസം അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകട്ടെ, നിങ്ങൾക്കും ഉണ്ടാകട്ടെ. വിവാഹം കഴിക്കുന്നതിന് മുമ്പ് എല്ലാവരും ഒന്നുകൂടി ആലോചിക്കണം. ഇന്നത്തെ കാലത്തെ കാലം വളരെ അങ്ങ് പോയിരിക്കുകയാണ്. പുരോഗതിയാണെന്നാണ് നമ്മൾ പറയുന്നതെങ്കിലും ഒരു രീതിയിൽ നോക്കിയാൽ അത് അധോഗതിയിലേക്കാണ് പോകുന്നത്. സ്വാതന്ത്ര്യം എന്ന പേര് എപ്പോഴും നമുക്ക് എല്ലാത്തിനെയും കൊടുക്കാൻ സാധിക്കത്തില്ല. ആ സ്വാതന്ത്ര്യത്തിന് ഒരു പരിധികളുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്നത്തെ കാലത്തിൻ്റെ പ്രത്യേകതയും നമ്മൾ കാണണം. ജീവിതം എന്ന് പറയുന്നത് നമുക്ക് വളരെ പ്രാധാന്യവും ഗുണവുമുള്ളതായിട്ട് തന്നെ നമുക്ക് മാറണം. അത് നമുക്ക് ഐശ്വര്യമുള്ളതായി മാറണം. നമുക്ക് 3-ാം ദിവസമായ നാളെ നമുക്ക് വീണ്ടും കാണാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഇതിലെ നമ്പറിൽ, നിങ്ങൾ വാട്സപ്പിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നമ്പർ, അതിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളാണ് ഞങ്ങളുടെ അനുഗ്രഹങ്ങൾ. ഈ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.